السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل لولا الهوى لم تريق دمعا على طال لي وعلى آرقت لذكر الباني والعالمين. മഹാനായ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു തൻ്റെ സാങ്കല്പിക മനുഷ്യനോട് കരയാൻ വളരെ ഗൗരവമായ രൂപത്തിൽ, ശക്തമായ രൂപത്തിൽ കരയാനുള്ള കാരണങ്ങൾ ചോദിച്ചിട്ടൊന്നും സമ്മതിക്കുന്നില്ല. ഞാനങ്ങനെ കരയുന്നില്ല, എനിക്കങ്ങനെ ആരോടും പ്രേമമില്ല എന്ന നിലക്ക് തന്നെയാണ് സാങ്കല്പിക മനുഷ്യൻ്റെ നിലപാട്. ആ സമയത്ത് മഹാനവർകൾ വീണ്ടും ശക്തമായ തെളിവുകൾ നിരത്തുകയാണ്. ലൗലൽ ഹവ, നിനക്ക് ആരോടോ സ്നേഹമില്ലെങ്കിൽ, ലം തുരിഖ് അലാ തൊലലി, നിന്റെ പ്രിയപ്പെട്ടവരുടെ, നീ സ്നേഹിക്കുന്നവരുടെ കുടിലവശിഷ്ട കൂമ്പാരങ്ങളോർത്തുകൊണ്ട്, അവർ താമസിച്ച വീടിൻ്റെ പൊളിഞ്ഞ ചുമരുകളോർത്തുകൊണ്ട് നീ കരയുമായിരുന്നില്ല. സാധാ ഒരു പ്രേമിക്കുന്ന ആള്, അവൻ പ്രേമിക്കുന്ന പെണ്ണ്, ആ പെണ്ണ് താമസിച്ച വീട്, ആ പെണ്ണ് നടന്നുപോയ വഴി, ആ പെണ്ണ് കിടന്ന കട്ടിൽ, ആ പെണ്ണ് വിശ്രമിച്ചതായ, തണൽ കൊണ്ടതായ മരം, ഇങ്ങനെ തുടങ്ങി അവളുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഓർക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ്റെ കാമുകിയെ ഓർമ്മ വരികയും അവൻ കരയുകയും ചെയ്യുകയാണ്. അവളെ കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീരൊലിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ ഇത് കവികളുടെ ഒരു സ്വഭാവമാണ്. ഇവിടെ നമുക്ക് തിരിയുന്നൊരു ഉദാഹരണം ഞാൻ പറയുകയാണ്. നമുക്കൊരു കുഞ്ഞ് മരണപ്പെട്ടാൽ, നമുക്കിഷ്ടമുള്ള നല്ല കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ നമുക്ക് നഷ്ടപ്പെട്ടാൽ, മരണപ്പെട്ടു പോയാൽ, പിന്നെ ആ കുഞ്ഞിൻ്റെ നല്ല ഉടുപ്പ് കാണുമ്പോൾ, ഡ്രസ്സ് കാണുമ്പോൾ, ആ കുഞ്ഞ് ഉപയോഗിച്ചിരുന്ന ചെരുപ്പ് കാണുമ്പോൾ, അല്ലെങ്കിൽ ആ കുഞ്ഞ് കളിച്ചിരിക്കുന്ന കളിപ്പാട്ടങ്ങൾ കാണുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ആ കുഞ്ഞിനെ ഓർമ്മ വരികയും അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ശക്തിയായി വരികയും ചെയ്യും. ഇത് കുഞ്ഞെന്നു മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മൾ വളരെ സ്നേഹിച്ച, നമ്മെ വളരെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്ത, നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട നമ്മുടെ ഉമ്മ മരണപ്പെട്ടാൽ, പിന്നെ ഒരിക്കൽ ആ ഉമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ, ആ ഉമ്മ നമുക്ക് വേണ്ടി ദുആ ചെയ്തതോർക്കുമ്പോൾ, ആ ഉമ്മ നമ്മുടെ കാര്യത്തിൽ ടെൻഷനായി കണ്ണീരൊലിപ്പിച്ചതോർക്കുമ്പോൾ, ആ ഉമ്മയുടെ വസ്ത്രം കാണുമ്പോൾ, ഇങ്ങനെ തുടങ്ങി ആ ഉമ്മയുമായി ബന്ധപ്പെട്ട, ആ ഉമ്മയെ കിടക്കുന്ന കട്ടിൽ കാണുമ്പോൾ, യഥാർത്ഥ ഉമ്മയെ പ്രിയം വെക്കുന്ന ആളാകുമ്പോൾ അവന് ആ ഉമ്മയെക്കുറിച്ച് ഓർമ്മ വരികയും കരച്ചിൽ വരികയും ചെയ്യും. എന്നാൽ അതേപോലെ ഇവിടെ യഥാർത്ഥത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ മുസ്ലിമാം പ്രേമിക്കുന്ന ആൾ. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാടായ മദീന ഓർക്കുമ്പോൾ, അവിടുത്തെ പള്ളി ഓർക്കുമ്പോൾ, അവിടുന്ന് ഖുതുബയോദിയ മിമ്പർ ഓർത്തിട്ട്, അതേപോലെ തന്നെ അവിടുന്ന് ദർസ് നടത്തിയ തിണ, അഹ്ലുസുഫക്ക് ദർസ് നടത്തിയ സ്ഥലം ഓർക്കുമ്പോൾ, അവിടുന്ന് കഷ്ടപ്പെട്ടതായ, സഹിച്ചതായ വിഷമങ്ങളും പ്രയാസങ്ങളും ഓർക്കുമ്പോൾ, അവിടുന്ന് ഭക്ഷണം കഴിച്ചതായ രൂപം 2 ദിവസം തുടർച്ചയായി വയറു നിറയെ ഭക്ഷണം കഴിച്ചിട്ടില്ല,
വയറ് നിറയെ കഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ 1/3 ഭാഗമാണ്. ഒരു ദിവസം 2 നേരം തന്നെ കഴിക്കാറില്ല. ഒരു ദിവസം 1 നേരം വയറ് നിറയെ കഴിച്ചാൽ രണ്ടാമത്തെ സമയം വളരെ ലഘുവായ വെള്ളം, കാരക്ക പോലത്തെ ഭക്ഷണമായിരുന്നു നബി തങ്ങൾ കഴിക്കാറുള്ളത്. ഇങ്ങനെ അവിടുത്തെ പട്ടിണി, ഖന്തഖ് കിടങ്ങു കുഴിക്കുന്ന സമയത്ത് വിശപ്പിൻ്റെ കാഠിന്യം സഹിക്കാൻ കഴിയാതെ തൻ്റെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി, സ്വഹാബാക്കളൊക്കെ ഒരു കല്ല് വെച്ച് കെട്ടിയപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 കല്ലായിരുന്നു വയറ്റത്ത് വെച്ച് കെട്ടിയത്. അതേപോലെ തന്നെ ഇങ്ങനെ ഓരോ വിഷയങ്ങളും. രാത്രി സമയത്തൊക്കെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയത്, അതേപോലെ ഗാർ സൗറിൽ ഒളിച്ചിരുന്നത്, ഇങ്ങനെ ഓരോ രംഗങ്ങൾ. ഉഹദ് യുദ്ധത്തിൽ നബിയും ഏതാനും സ്വഹാബത്തും മാത്രം ഒറ്റപ്പെട്ടത്, ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളൊക്കെ ഓർത്തു പോകുമ്പോൾ യഥാർത്ഥത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന, അവിടുത്തെ പ്രിയം വെക്കുന്ന ഒരാൾ കരയും. അതിന് കരയാതിരിക്കാൻ നിർവാഹമില്ല. അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ധാരാളം കരഞ്ഞിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയാറുണ്ടായിരുന്നു. കരയൽ വലിയൊരു ഇബാദത്താണ്. കൂടുതൽ കരയാനും കുറച്ച് ചിരിക്കാനുമാണല്ലോ പരിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ചത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ കരച്ചിലുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലപ്പെട്ടു എന്ന് ഉഹദിൽ ഒരു കിംവദന്തി പരന്നപ്പോൾ സ്വഹാബത്ത് മുഴുവനും, ഒരുപാട് സ്വഹാബത്ത് കരഞ്ഞിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ സമയത്ത് കരഞ്ഞിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും പല സന്ദർഭങ്ങളിലും പലരും കരഞ്ഞതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദത്തുന ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഒരു ഉമ്മ വന്നുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, ആ റൗള ഷരീഫ്, ആ ഖബർ ഷരീഫ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വിരി ഇങ്ങനെ നീക്കിക്കൊണ്ട് ആ ഖബർ കാണിച്ചു കൊടുത്തപ്പോൾ മഹദി ആ ഉമ്മ കരയുകയാണ്. അങ്ങനെ തേങ്ങി കരഞ്ഞുകൊണ്ട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് അവിടെ കിടന്നുകൊണ്ട് ആ ഉമ്മ മരണപ്പെട്ടു എന്ന് മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അശ്ശിഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഇങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും മഹാന്മാരായ ആളുകളൊക്കെ കരഞ്ഞിട്ടുണ്ട്. സന്തോഷം വരുമ്പോഴും ചിലപ്പോൾ കരയാറുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു കൂടെ കൂട്ടാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചത്. ഈ വിവരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹദി പറയുന്നു, ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി, സന്തോഷമുണ്ടാകുമ്പോഴും മനുഷ്യൻ കരയുമെന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അപ്പോൾ ഞാൻ ആ വിഷയത്തിൽ ദീർഘിപ്പിച്ച് പറയുന്നില്ല. ലൗലൽ ഹവാ ലം തുരിഖ് ദംഅൻ അലാ ത്വലലി, ലൗലൽ ഹവാ നിനക്ക് സ്നേഹമില്ലെങ്കിൽ, ലം തുരിഖ് ദംഅൻ അലാ ത്വലലി നിന്റെ പ്രിയപ്പെട്ടവരുടെ തകർന്നടിഞ്ഞ വീടിൻ്റെ ചുമരുകൾ ഓർത്തുകൊണ്ട് നീ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിക്കുമായിരുന്നില്ല. വല അരിഖ്ത ലിദിക്രിൽ ബാനി വൽ അലമി, ബാൻ വൃക്ഷവും അലം പർവ്വതവും ഓർത്തുകൊണ്ട് നീ കരയുകയും ഉറക്കൊഴിക്കുകയും ചെയ്യുമായിരുന്നില്ല. വല അരിഖ്ത നീ ഉറക്കൊഴിക്കുകയും ചെയ്യുമായിരുന്നില്ല. ലിദിക്രിൽ ബാനി വൽ അലമി, ബാൻ വൃക്ഷം എന്ന് പറഞ്ഞാൽ നല്ല സുഗന്ധം അടിച്ചു വീശുന്ന ഒരു വൃക്ഷമാണ്.
ആ വൃക്ഷത്തിൽ നിന്ന് ബാനെണ്ണ എന്ന് പറയുന്ന എണ്ണ, നല്ല സുഗന്ധമുള്ള ഒരു എണ്ണ ആ വൃക്ഷത്തിൽ നിന്ന് ഉണ്ടാക്കാറുണ്ട്. അതേപോലെ അലമെന്ന് പറഞ്ഞാൽ ഒരു നല്ല ഭംഗിയുള്ള പർവ്വതമാണ്. അപ്പോൾ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധമുള്ളതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൻ്റെ മനസ്സിലേക്ക് വരികയും അങ്ങനെ നീ കരയുകയും ചെയ്യുകയല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇനി അതിന് ബാൻ വൃക്ഷം എന്നതിന്, ബാൻ നല്ല സുഗന്ധമുള്ള വൃക്ഷമാണല്ലോ. ആ വൃക്ഷം പോലെ, ആ വൃക്ഷത്തിൻ്റെ സുഗന്ധം പോലെ നല്ല സുഗന്ധമുള്ള, നല്ല കസ്തൂരിയേക്കാൾ സുഗന്ധമായിരുന്നല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നത്. അപ്പോൾ ആ ബാൻ വൃക്ഷം പോലെ, അതിൻ്റെ സുഗന്ധം പോലെ സുഗന്ധമുള്ള നിൻ്റെ പ്രിയപ്പെട്ടവർ, അതേപോലെ അലം, ആ പർവ്വതത്തിന് നല്ല ഭംഗിയുള്ള പർവ്വതമാണ്. അപ്പോൾ അതുപോലെ അലംപർവ്വതം പോലെ ഭംഗിയുള്ള നിൻ്റെ പ്രിയപ്പെട്ടവർ അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ ഓർത്തിട്ടാണോ നീ കരയുന്നത്? ആ നിലക്കും അർത്ഥം വെക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനും അവിടത്തേക്ക് ഒരുപാട് സ്വലാത്ത് ചെല്ലാനും അത് കാരണമായി ഇരുലോകത്തും വിജയിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.